ഹലോ, സേ ചിയേഴ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സമോസയാണ് കേട്ടോ, പഞ്ചാബി സമോസ. പഞ്ചാബി സമോസ പൊതുവേ സൈസ് ഇത്തിരി വലുതായിരിക്കും. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ അജ്വൈൻ എടുത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തിട്ട് മൈദയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിൽ നമുക്ക് വേണമെങ്കിൽ നെയ്യിന് പകരം എണ്ണ ഉപയോഗിക്കാം, പക്ഷേ നെയ്യാണ് കൂടുതൽ സ്വാദ് ഉണ്ടാകുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ആ നെയ്യ് മാവിൽ അങ്ങോട്ട് മുഴുവൻ പുരട്ടിയെടുക്കണം. മാവ് കുഴച്ച് ഇതുപോലെ ആക്കണം കേട്ടോളൂ. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതിനെ ഒന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഐസ് വാട്ടർ എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതിനെ തണുപ്പിച്ചിട്ട് അതെടുത്തിരിക്കുന്നു. മാവ് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം കേട്ടോളൂ. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. മാവ് കുഴച്ചെടുത്ത ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് മാവിനെ അടച്ചു വെക്കുക. ഒരു 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെയെങ്കിലും ചുരുങ്ങിയത് ഇതിനെ നമ്മൾ അടച്ചു വെക്കണം. ഇനി അതിൻ്റെ ഒരു മസാലപ്പൊടി റെഡിയാക്കണം. അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം, അങ്ങനെ എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ, ഈ മല്ലിയും ജീരകവും പെരിഞ്ജീരകവും ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. മല്ലിയും പെരിഞ്ജീരകം ഒരേ അളവെടുക്കണം. നല്ല ജീരകം അതിൻ്റെ പകുതി എടുക്കണം. അതാണ് അതിൻ്റെ റേഷ്യോ. ഇതൊന്ന് ആറിക്കഴിയുമ്പോൾ അതിനെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഒരു 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കുക. ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് അതിനെ വതക്കിയെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കണം. ഇത് ഓപ്ഷണലാണ്. പിന്നെ ഈ മുന്തിരിങ്ങ ഇത്രയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ഇല്ല, അത് ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെയും ഒന്ന് ചെറുതായി ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു ചെറിയ ബൗള് പച്ചപ്പട്ടാണി ചേർത്ത് കൊടുക്കുക. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ആകുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസിനെ ഒന്ന് വേവിച്ചിട്ട് ഇതിൽ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയും പെരിഞ്ജീരകവും ജീരകവും ഉള്ള പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അത് അധികം ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് നല്ലോണം മാഷ് ചെയ്യൊന്നും വേണ്ട കേട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അവിടെ കഷ്ണം പോലെ ഇരിക്കുകയും വേണം. എൻ്റെ അത്രയും വേവ് കൂടുതലായി ഉരുളക്കിഴങ്ങ്. നമുക്ക് മാഷ് ചെയ്യാണ്ട് മുറിച്ചിടുകയും ചെയ്യാം ഉരുളക്കിഴങ്ങ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റഫിങ് റെഡിയായ ശേഷം നമുക്ക് അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആറാൻ വെക്കണം. അതിന് ചൂടോടെ സ്റ്റഫ് ചെയ്ത് അതത്ര ശരിയാവില്ല. ഇനി ഈ മാവിനെ ഒന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്താൻ തുടങ്ങാം. ഒരു ഉരുളെടുത്ത് പരത്തുമ്പോൾ ബാക്കിയൊക്കെ നമ്മൾ ഇതുപോലെ അടച്ച് വെക്കണം കേട്ടോളൂ. എന്നിട്ട് നമുക്ക് പരത്താൻ തുടങ്ങാം. മാവിലൊന്നിട്ട് മുക്കാണ്ട് തന്നെ ഇത് പരത്തിയാൽ കിട്ടും കേട്ടോളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്ത് പരത്താം, അത്ര തന്നെ ഉള്ളൂ. ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതിന് വട്ടത്തിൽ ചപ്പാത്തി പോലെ പരത്താൻ പാടില്ല, ഒരു ഓവൽ ഷേപ്പായിരിക്കണം.
ഇനി ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെ എല്ലാ ഉരുളകളും നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഒരുപാട് കട്ടിക്കും പരത്തണ്ട, കുറച്ച് തിന്നായാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി മുറിച്ച് വെച്ച ഒരു പീസിനെ കയ്യിലെടുത്തിട്ട് ആ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗമില്ലേ അവിടെ ഇത്തിരി വെള്ളം തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗത്തിന് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കണം. ഒന്നിൻ്റെ മേലെ ഒന്നാക്കിയിട്ട് മടക്കിയിട്ട് അമർത്തി പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു കോൺ ഷേപ്പ് കിട്ടും. അതിനെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റഫ് ചെയ്യണം. ഇനി കുറച്ച് കുറച്ചായിട്ട് സ്റ്റഫിങ് ഇതിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ടൊന്ന് അതിനെ അമർത്തി കൊടുക്കണം. എപ്പോൾ സമോസ ഉണ്ടാക്കുമ്പോഴും ഈ സ്റ്റഫിങ്ങും മാവും രണ്ടും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അപ്പോൾ സമോസ കുറച്ചുകൂടെ നന്നാവുക. ഇനി ചുറ്റോട് ചുറ്റും നമ്മൾ വെള്ളം കൊണ്ടൊന്ന് ചെറുതായി നനച്ച് കൊടുക്കണം. ഇനി ഇതുപോലൊരു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഈ അറ്റങ്ങളെല്ലാം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് തുറന്ന് വന്നു കഴിഞ്ഞാൽ മസാലയൊക്കെ വെളിച്ചാടും എണ്ണയിലിട്ട് വറുത്തെടുക്കുമ്പോൾ. നമ്മൾ ഈ പ്ലേറ്റ് എടുക്കുമ്പോഴാണ് ആ സമോസ ഇതുപോലെ ഇരിക്കുക, അല്ലെങ്കിൽ അത് വീണ് പോകും. ഒരു പ്രാവശ്യം കൂടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒന്ന് മടക്കണത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ സ്റ്റെപ്പ് ഒഴിവാക്കരുത്. ഇതുപോലെ എല്ലാ സമോസയും ഉണ്ടാക്കി വെക്കുക. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒരുവിധം മീഡിയം ചൂടാകുമ്പോൾ അതിലേക്ക് ഓരോ സമോസകളായിട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നല്ല ചൂടാകാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരുവിധം മുക്കാൽ ചൂടാകുമ്പോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ല ചൂടുള്ള തിളച്ച എണ്ണയിലിടാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മുക്കാൽ ചൂടാകുമ്പോൾ അപ്പം തന്നെ ഇട്ടോളണം. ഒരുപാട് ചൂടുള്ള എണ്ണയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമോസയുടെ ഷെല്ലില്ലേ അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പൊള്ളം പോലെ ഇങ്ങനെ വരും, ബബിൾസ് പോലെ. അപ്പം അത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. സമോസ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ ഫ്ലെയിമിലോ ഇട്ട് വറക്കണം. അല്ലെങ്കിൽ അത് ഉള്ളു വേകില്ല, പുറത്ത് ബ്രൗൺ കളർ ആവുകയും ചെയ്യും. സമോസയുടെ കളറൊക്കെ ഒന്ന് മാറി വന്ന ശേഷം അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റും അത് ഫ്രൈ ആയി എന്നുള്ളത്. എന്നിട്ട് അതിനെ കോരി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുക. ഇതുപോലെ എല്ലാ സമോസയും വറുത്തെടുക്കുക. സമോസ എണ്ണയിൽ ഇട്ട വഴിക്ക് അതിനെ ഇളക്കി കൊടുക്കണ്ട. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഒന്ന് പതുക്കെ ഇളക്കിയാൽ മതി. എണ്ണ കൂടുതൽ ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അതിനെ ഓഫ് ചെയ്തിട്ട് പിന്നെ ആദ്യം ഓൺ ചെയ്തിട്ട് സമോസ ഇടുക. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ ബൈ.